ഏറ്റവും കൂടുതൽ റോബിനെ നെഗറ്റീവ് ആക്കിയ ഒരു വ്യക്തി അജു വർഗീസ് തന്നെ. അത് ഇവിടെയും പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. ക്ഷമ ചോദിച്ചാലും തീരാത്തതാണെന്നും എനിക്കറിയാം. ഈ വ്യക്തിയെ അറിയാമല്ലോ, നമ്മുടെ അജു വർഗീസ്. അജു വർഗീസ് എന്ന് പറയുന്ന വ്യക്തി അവതാരകനായിട്ട് വിലസുന്ന തന്നെ ഡോക്ടർ റോബിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ട് ജനിച്ചൊരു അവതാരമായി. അദ്ദേഹത്തെ നമ്മൾ കണ്ടു. ഡോക്ടർ റോബിന് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ നേടിക്കൊടുത്ത ഒരു വ്യക്തി, പ്രമുഖമായ പങ്ക് വഹിച്ചതും ഈ വ്യക്തിയാണ്. ഈ വ്യക്തിയെയും കൂടെ നിർത്തിക്കൊണ്ടാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ, അങ്ങനെ പടിപടിയായിട്ട് പല യൂട്യൂബ് ചാനലുകളിലും ആങ്കറായിട്ടൊക്കെ അദ്ദേഹം വന്നു. അപ്പം അവിടെയൊക്കെ പ്രമുഖമായ സ്ഥാനം വഹിച്ചിരുന്നത് ഡോക്ടർ റോബിനെ കുറ്റപ്പെടുത്തുക, അദ്ദേഹത്തെ പറ്റി കഥകൾ ഉണ്ടാക്കി പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ വിഷയം. കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാൻ. ഇതാണ് കാലം അതിൻ്റെ തിരിച്ചടികൾ നൽകുമ്പോഴാണ് നമുക്കെപ്പോഴും അറിവുണ്ടാകുന്നത്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ചോദിച്ചോട്ടെ, അന്ന് ഇങ്ങനെ നിന്ന റോബിൻ ഇങ്ങനായി ആണോ? ആ ഒരൊറ്റ അപ്പൊ അതിപ്പോ കഷ്ടപ്പെട്ടാണ് റോബിൻ ഓരോ പടി കയറി കയറി വന്നത്. പെട്ടെന്നൊരു താഴ്ച വന്ന സമയത്ത് എന്റെ മനസ്സോട് പ്രാഗിയായിരുന്നോ? പ്രായമില്ല, വിഷമം തോന്നി. കാരണം മോനെ അജു, നിന്നെ ഡോക്ടർ പ്രാഗി കാണത്തില്ല, പക്ഷെ ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ആയിരങ്ങളുണ്ടല്ലോ, ആ പ്രാക്ക് ഒന്നൊന്നര പകാൻ. സത്യം പറയാമല്ലോ, ഞാനും നിന്നെ പ്രാക്കല്ലാതെ നമുക്ക് തോന്നുന്നൊരു വിഷമം. നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതിലുള്ള നിന്നോടുള്ള ദേഷ്യം, അതെനിക്കും തോന്നിയതാണ്. ബാക്കിയും കൂടെ നോക്കുന്നു. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തുമാത്രം ഇത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ അന്ന് അനുഭവിച്ച വേദന ഞാൻ മനസ്സിലാക്കുന്ന എപ്പോഴെന്നറിയോ? ഇപ്പൊ അനുഭവിക്കുന്ന ജീവിതം നമുക്ക് കിട്ടുന്നതാണെന്ന് പറയത്തില്ലേ? അതുപോലെ നമ്മൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടണം. കിട്ടിയില്ലെങ്കിലേ ജീവിതമൊന്നും ഇതില്ലല്ലോ. എല്ലാ മനുഷ്യൻ്റെയും കാര്യം ഇങ്ങനെ നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കും. അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചത്. നമുക്ക് ബോധം വരണമെങ്കിൽ ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടണം. അത് തന്നെ അജുവിന് കിട്ടി. അതുകൊണ്ടാണ് ഈ എന്താ പറയുന്നത്, ഈ മനസാന്തരം വന്നത് എന്ന് തന്നെ തോന്നുന്നല്ലേ. നമുക്ക് ബാക്കിങ്ങൾ കേൾക്കാം. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ എടുത്തു, ഇപ്പൊ ഏറ്റവും ഉദാഹരണം പറട്ടെ, എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നു, ഇത് വാലേ വന്ന എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന അത് സത്യമെന്നാ. അത് ആർക്കും ഇപ്പൊ കല്ലുള്ള മാങ്ങയിലെ എന്ന് പറയുന്ന പോലെ എല്ലാരും അങ്ങനെ വിശ്വസിച്ചു പോയി, ഞാനും വിശ്വസിച്ചു പോയി. പറഞ്ഞ മനസ്സിലായോ? അത് തന്നെയാണ് ഈ കാര്യമേ. കല്ലുള്ള മാവേലല്ലേ മാവേറി. അന്ന് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി പള്ളു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുമെന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് നിസ്സംശയം പറയാം. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയാണല്ലോ അജു വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഇന്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ റോബിനെ നെഗറ്റീവ് ആക്കിയ ഒരു വ്യക്തി അജു വർഗീസ് തന്നെ. അത് ഇവിടെയും പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. ക്ഷമ ചോദിച്ചാലും തീരാത്തതാണെന്നും ഈ ആര് വന്ന് ക്ഷമ ചോദിച്ചാലും ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ അത് ക്ഷമിക്കും. ഡോക്ടർ ചിരിച്ചുകൊണ്ട് കയ്യെ പിടിച്ച് കുലുക്കി ഹഗ് ചെയ്ത് കഴിയും. അത് മാത്രമേ ഉള്ളൂ ഡോക്ടറെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും നാളും കണ്ടേക്കുന്നത്. പക്ഷേ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. അജുവിന് അത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് അത് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ സമയത്ത് ക്ഷമ ചോദിക്കുന്നു. നല്ല കാര്യമല്ലേ, ക്ഷമ ചെയ്യിച്ചാൽ തീരുന്ന തെറ്റുകൾ. ഒരാൾക്ക് തെറ്റ് പറ്റി ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. ഡോക്ടറെ നല്ല മനസ്സിനെ ആരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ചെയ്തു. ഡോക്ടറെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ അജു വർഗീസിൻ്റെ സ്ഥാനം കേട്ടോ. ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഡോക്ടറെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡ് ചെയ്ത വ്യക്തി തന്നെയാണ് അജു. ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഡോക്ടർ റോബിൻ അന്ന് രാജാവായിട്ട് നിന്നൊരു ദിവസമാണോ? ഞാൻ ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവരെക്കാളൊക്കെ ജനങ്ങൾ കൂടിയ ഒരു സമൂഹമാണ്. ആ വ്യക്തിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് നെഗറ്റീവ് നോർത്തെ അല്ല, നെഗറ്റീവ് തന്നെയല്ലോ. തങ്ങൾ പെട്ടെന്ന് പ്രൊഫസനാവുകയും ചെയ്തില്ലേ. ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണല്ലോ ഇങ്ങനെ പെട്ടെന്ന് പ്രൊഫസനാകാൻ പറ്റിയത് അല്ലേ.
അത് തന്നെ തങ്ങളെ 10 പേര് അറിയുക എന്നുള്ളത്, നെഗറ്റീവിലൂടെ ആണെങ്കിലും 10 പേര് അറിയുക എന്ന് പറഞ്ഞത് തന്നെ തങ്ങൾ ഉദ്ദേശിച്ച കാര്യം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷം മനസ്സുകൊണ്ട് വിചാരിച്ച് നെഗറ്റീവ് പറയുക, ഡോക്ടർ രോഗിനെ പള്ളു പറയുക, അതിലൂടെ 10 ജനം അറിയുക, അത് സാധിച്ചെടുത്തു അല്ലേ. അപ്പൊ അതിന് ഈ ഡയറക്ടർ വന്നത് അത് കാര്യങ്ങൾ പറയണം. ഡയറക്ടർ വന്നത് ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, എനിക്ക് റോബിനെ കാണണമായിരുന്നു, കാര്യങ്ങൾ പറയണമായിരുന്നു. അപ്പം സോറി. ഇതേ കുറച്ചു നേരം നടത്തുന്ന ഒരു സംഭാഷണമാണ്, അത് ഇട്ടിട്ടുമുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ അജുവിനോട് തന്നെ പലരും ഡോക്ടർ റോബിനെ കാണാൻ പോകുമ്പോഴൊക്കെ പറയുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ നിന്റെ ചെവിക്കല്ല് തീർത്ത് തല്ലും. അതുപോലുള്ള പണിയായിരുന്നു ആ സമയത്ത് ചെയ്തത്. ഡെയിലി ഡോക്ടർ റോബിൻ്റെ പറ്റി പണ്ട് പറയുന്നവരെ വിളിച്ചു കൂട്ടുക, ഇൻ്റർവ്യൂ എന്ന് പറയുന്ന രീതിയിൽ ഡോക്ടറെ കുറ്റം പറയുക. ഇപ്പം അജു പറഞ്ഞതുപോലെ തന്നെ അജുവിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും പറഞ്ഞുണ്ടാക്കുക. പ്രത്യേകിച്ച് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. 8 മണിക്കൂറെങ്ങാണ്ട് നിന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി സ്റ്റേജിൽ വന്ന് മിമിക്രിയൊക്കെ കാണിച്ച് ഡോക്ടർ റോബിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോയ വ്യക്തിയാണ്. അന്ന് ഇട്ട ഷർട്ടിൻ്റെ കളറും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്, ഈ സംഭാഷണത്തിനകത്ത്. ഇത് ദീർഘനേരമായൊരു സംഭാഷണമാണ്, ഞാൻ മൊത്തം ഇട്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് അജു ഇട്ട ഷർട്ടിൻ്റെ കളർ വരെ ഡോക്ടർ ഓർമ്മിച്ച് പറയുന്നു. അത് അജുവിന് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ച് പോയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തന്നെ പറഞ്ഞത്, അജു ഇങ്ങനെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് പ്രസിദ്ധനാകാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണിത്, താൻ അറിയപ്പെടണം. അപ്പോൾ ആ സമയത്ത് ഒരു ഫാഷനായിരുന്നു ഇത്, ഡോക്ടർ റോബിനെ കുറ്റപ്പെടുത്തി ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഒരു നെഗറ്റീവിലൂടെ 10 പേര് അറിയുക എന്നുള്ളതാണ്. പക്ഷേ 10 പേര് അറിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പണി എന്നെനിക്ക് ഇപ്പം തോന്നുന്നത്, പുള്ളിക്കും പല സൈബർ അറ്റാക്കും ഒക്കെ നേരിട്ടു. അതിനകത്ത് തന്നെ ഡോക്ടർ റോബിനെ കുറ്റപ്പെടുത്തി ഇൻ്റർവ്യൂ ചെയ്ത പല അമ്മമാരും വിളിച്ച് നീ കാറിടിച്ച് മരിച്ചു പോടാ എന്ന് വരെ പറഞ്ഞ സിറ്റുവേഷൻ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത്രമേൽ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ അജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഡോക്ടറെ സംബന്ധിച്ച് ഒരാൾ ക്ഷമ ചോദിച്ചു, ഒന്ന് കാണണം, സംസാരിക്കണം. ഈ അജു തന്നെ പറയുന്നുണ്ട്, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യമേ ചോദിച്ചത് എന്താണ് അജുമോനെ എന്നാണ് ചോദിച്ചത്. അത് തന്നെ അത്ഭുതപ്പെടുത്തി. താനിപ്പം അടി കിട്ടു എന്ന് പ്രതീക്ഷിച്ച വ്യക്തിയുടെ നിന്ന് ഇങ്ങനൊരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല എന്നും പറയുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഏതായാലും എല്ലാ തിരിച്ചറിവുമായിട്ട് എല്ലാവരും തിരിച്ചു വരട്ടെ അല്ലേ, കാത്തിരിക്കാം.